നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ പുതുതായി നിയമിതരായ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണാധികാരി സൽമാൻ രാജാവിന് മുന്നിലാണ് ചടങ്ങ് നടന്നത്. മദീന ഗവർണറും 5 മേഖലകളിലെ ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് അധികാരമേറ്റത്. പുതിയ മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താനും വിവിധ മേഖലകളിലെ 5 ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. റിയാദിലെ ഇർഖ കൊട്ടാരത്തിൽ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മുന്നിൽ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മതത്തോടും രാജ്യത്തോടും രാജാവിനോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റുമെന്ന് അമീറുമാർ പ്രതിജ്ഞ ചെയ്തു. മദീന അമീർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ പുറമെ മക്ക ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൗദി ബിൻ മിഷാൽ, കിഴക്കൻ പ്രവിശ്യ ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൗദി ബിൻ ബന്ദർ, തബൂക്ക് ഡെപ്യൂട്ടി അമീർ ഖാലിദ് ബിൻ സൗദ്, അസീർ മേഖല ഡെപ്യൂട്ടി അമീർ പ്രിൻസ് ഖാലിദ് ബിൻ സത്താം, അൽജൂഫ് ഡെപ്യൂട്ടി അമീർ പ്രിൻസ് മിതാബ് ബിൻ മിഷാൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫും ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 12-നാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് രാജാവ് ഉത്തരവിറക്കിയത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. 23 ലക്ഷത്തോളം സൗദി പൗരന്മാരാണ് ഇപ്പോൾ തൊഴിൽ വിപണിയിലുള്ളത്. വനിതാ ജീവനക്കാരുടെ എണ്ണവും ഉയർന്നതായി റിപ്പോർട്ട് പറയുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം സമീപകാലത്ത് വലിയ തോതിൽ ഉയർന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. 2019-ൽ 17 ലക്ഷമായിരുന്നു സ്വകാര്യ മേഖലയിൽ സൗദികളുടെ പ്രാതിനിധ്യം. ഈ വർഷത്തെ കണക്കു പ്രകാരം ഇത് 23 ലക്ഷമായി ഉയർന്നു. 3,60,000 സൗദി പൗരന്മാരാണ് ഈ കാലയളവിൽ പുതുതായി തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചത്. പുതിയ സ്വദേശിവൽക്കരണ പദ്ധതികൾ വഴി സൗദി പൗരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വലിയ തോതിൽ കുറഞ്ഞു. ഈ വർഷം രണ്ടാം പാദത്തിലെ കണക്കുപ്രകാരം 8.4% സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക്. സൗദി വനിതകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 15.7% കുറഞ്ഞു. 2017-ൽ 17% തൊഴിൽ മേഖലയിലെ വനിതാ പ്രാതിനിധ്യമെങ്കിൽ 2023-ൽ 35.3%. വിവിധ മേഖലകളിൽ പല ഉന്നത തസ്തികകളിലും ഇപ്പോൾ ജോലി ചെയ്യുന്നത് വനിതകളാണ്. 2022-ലെ തൊഴിലാളി ഉൽപാദനക്ഷമതാ നിരക്കിൽ G20 രാജ്യങ്ങളിൽ ഒന്നാമതാണ് സൗദി. 4.9% സൗദിയിലെ വളർച്ചാ നിരക്ക്. വിഷൻ 2030-ന്റെ ഭാഗമായി സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യം. സ്വദേശിവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. 24 ജിദ്ദ. ഖത്തറിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം സംബന്ധിച്ച കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ന് അമീരി ദിവാനിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഈ വർഷം സെപ്റ്റംബറിലാണ് സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം സംബന്ധിച്ച കരട് നിയമം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയത്. ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ശേഖരിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൽഗോരിതം ഉപയോഗിച്ച് തൊഴിൽ മന്ത്രാലയം പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനത്തിന് രൂപം നൽകിയിരുന്നു. പ്രവാസികൾക്ക് പകരം ഖത്തർ പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിലെ ഏതെല്ലാം തസ്തികകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നതിന് ഡാറ്റയും സ്ഥിതിവിവര കണക്കുകളും വികസിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമാക്കിയത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം, സ്ഥാപനങ്ങളുടെ മൂലധനം, ജീവനക്കാരുടെ എണ്ണം, ശരാശരി ശമ്പളം എന്നിവയുമായി ബന്ധപ്പെട്ട ഡാറ്റയും സ്ഥിതിവിവര കണക്കുകളും തൊഴിൽ മന്ത്രാലയത്തിന് ഇതിലൂടെ ലഭ്യമാകും. ഓരോ സ്വകാര്യ സ്ഥാപനത്തിലെയും സ്വദേശിവൽക്കരണത്തിന്റെ ശതമാനം ഈ സംവിധാനം വഴിയാണ് കണക്കാക്കുക. ആവശ്യമായ എല്ലാ വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും ലഭിച്ച ശേഷം സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനികളിൽ നിയമിക്കേണ്ട ഖത്തറി ജീവനക്കാരുടെ എണ്ണം കണക്കാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ വിവിധ തസ്തികകളിൽ 2 ദശലക്ഷത്തോളം വിദേശ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഇവരിൽ ഭൂരിഭാഗവും നിർമ്മാണ വ്യാവസായിക മേഖലകളിലും ചരക്ക് സേവന മേഖലകളിലും ജോലി ചെയ്യുന്നവരാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലോ രാജ്യത്തിന് ഷെയറുകളുള്ള കമ്പനികളിലോ ജോലി ചെയ്യുന്ന ഖത്തറി പൗരന്മാരുടെ അനുപാതം 60% ഉയർത്താനും HR ജീവനക്കാരിൽ 80% ഖത്തർ പൗരന്മാരെ നിയമിക്കാനുമാണ് ലക്ഷ്യമാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. നിർമ്മാണം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളാണ് സ്വദേശിവൽക്കരണം ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ഹയ്യ പ്ലാറ്റ്ഫോം വഴിയുള്ള പ്രവേശനം എളുപ്പമായതോടെ ഖത്തറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. ജനുവരി 12-ന് ആരംഭിക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ഖത്തർ എയർവേസും സന്ദർശകർക്കായി നിരവധി ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
101 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഖത്തറിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചതിനു പുറമെ ഇന്ത്യ ഉൾപ്പെടെ ശേഷിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഹയ പ്ലാറ്റ്ഫോം വഴി ഇ വിസ അനുവദിച്ചതും സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിലുള്ള ഹയ വിസയുടെ സാധുത 2024 ഫെബ്രുവരി 24 വരെ നീട്ടിയതും സന്ദർശകർക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇതിനു പിന്നാലെ 2022 ഫിഫ ലോകകപ്പ് മുതൽ ഈ വർഷം ആദ്യ 11 മാസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം 3.53 ദശലക്ഷമായി ഉയർന്നതായി ഖത്തർ ടൂറിസം അറിയിച്ചു. രാജ്യത്ത് ശൈത്യകാല വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ ദോഹ തുറമുഖം, കോർണിഷ്, പേൾ ഐലൻഡ്, ലുസൈൽ മറീന, ക്രൂയിസ് ടെർമിനൽ, ദോഹ സ്കൈലൈൻ തുടങ്ങിയ സ്ഥലങ്ങൾ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളുമായി നിരവധി ക്രൂയിസ് കപ്പലുകളും ഇനിയുള്ള ദിവസങ്ങളിൽ ദോഹ തുറമുഖത്ത് എത്തും. അൽബിദ പാർക്കിൽ പുരോഗമിക്കുന്ന ഹോർട്ടിക്കൾച്ചറൽ എക്സ്പോ, മറ്റ് മെഗാ കായിക സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്ക് പുറമെ ജനുവരി ആദ്യം നടക്കാനിരിക്കുന്ന AFC ഏഷ്യൻ കപ്പ്, ഖത്താറ ഇന്റർനാഷണൽ അറേബ്യൻ ഹോഴ്സ് ഫെസ്റ്റിവൽ, മോട്ടോ GP ഗ്രാൻഡ് പ്രിക്സ്, ഖത്തർ ഇക്കണോമിക് ഫോറം എന്നിവയ്ക്ക് കൂടി തിരി തെളിയുന്നതോടെ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഖത്തറിലേക്ക് കൂടുതൽ സന്ദർശകർ എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24. കുവൈറ്റിലെ ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള ഏകീകൃത ആപ്ലിക്കേഷനായ സഹേൽ വഴി വാഹനരേഖകൾ പുതുക്കാം. ഈ സംവിധാനം ജനുവരി 2 ആരംഭിക്കും. സഹൽ വഴിയുള്ള വാഹന കൈമാറ്റ സേവനം ഫെബ്രുവരി 1 ആരംഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർക്ക് മെച്ചപ്പെട്ട സേവനം വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ സജീവമായിരുന്ന മലയാളി അമ്പിളി ദിലി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. OICC കുവൈറ്റ്, പൽപക്, ആജ്പാക് തുടങ്ങിയ സംഘടനകളിൽ അംഗമായിരുന്നു. അസുഖബാധിതയായി കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. ഭർത്താവ് ദിലി അജ്മീർ കമ്പനിയിലെ പ്രൊജക്ട് മാനേജറാണ്. പുതുവത്സരത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ദുബായ് മെട്രോയും ട്രാമും 40 മണിക്കൂർ തുടർച്ചയായി സർവീസ് നടത്തും. നഗരത്തിൽ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു. ഷാർജയിൽ ഇത്തവണ ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ല. പുതുവർഷ ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് അധികൃതർ നടത്തുന്നത്. ദുബായ് പോലീസ്, സിവിൽ ഡിഫൻസ്, RT എന്നിവരെ ഒരുമിച്ചാണ് നഗരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നഗരത്തിൽ 10,000 പോലീസുകാരെയും വോളണ്ടിയർമാരെയും വിന്യസിക്കുമെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി. ആഘോഷങ്ങൾ നടക്കുന്ന ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള പ്രധാന ഇടങ്ങളിലേക്കുള്ള റോഡുകൾ വൈകുന്നേരത്തോടെ അടച്ചിടും. ബുർജ് ഖലീഫയുടെ സമീപമുള്ള മുഹമ്മദ് ബിൻ റാഷിദ് ബൊളേവാർഡ്, അൽ അസൈൽ റോഡ്, കൊക്കക്കോള അരീന വഴിയുള്ള ഫിനാൻഷ്യൽ റോഡ് എന്നിവ വൈകിട്ട് 4 മണിക്ക് അടയ്ക്കും. നഗരത്തിലെ ഏറ്റവും പ്രധാന റോഡായ ഷെയ്ഖ് സായിദ് റോഡ് രാത്രി 9 മണിയോടെ അടയ്ക്കും. തിരക്ക് കണക്കിലെടുത്ത് മെട്രോ, ട്രാം എന്നിവ അധിക സമയം സർവീസ് നടത്തുമെന്നും RTA അറിയിച്ചിട്ടുണ്ട്. 40 മണിക്കൂർ നിർത്താതെ സർവീസ് നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 230 ബസ്സുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അതിനിടെ ഷാർജയിൽ പുതുവർഷത്തോടനുബന്ധിച്ചുള്ള എല്ലാ ആഘോഷങ്ങളും നിരോധിച്ചു. ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തീരുമാനം. വെടിക്കെട്ടും പാടില്ല എന്ന് ഷാർജ പോലീസ് അറിയിച്ചു. നിരോധനം ലംഘിച്ച് ആഘോഷം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഷാർജ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ദുബായ്. വയനാട് വാകേരി സിസിയിൽ വീണ്ടും കടുവയിറങ്ങി. വർഗീസ് എന്ന കർഷകന്റെ ആടിനെ കൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മറ്റൊരു കർഷകന്റെ പശുവിനെയും കടുവ കൊന്നു ഭക്ഷിച്ചിരുന്നു. പിന്നീട് ഇവിടെ സ്ഥാപിച്ച CCTVയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഇതിന് 1 കിലോമീറ്റർ അകലെയാണ് വീണ്ടും കടുവ എത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വാകേരിയിൽ മറ്റൊരു കടുവ ക്ഷീരകർഷകനായ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. നരഭോജി കടുവയെ പിടികൂടി തൃശൂരിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് പ്രദേശം വീണ്ടും കടുവാ ഭീതിയിലാകുന്നത്. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി നൽകണമെന്ന് കേരള കോൺഗ്രസ് B. മുഖ്യമന്ത്രിയാണ് ആവശ്യം അറിയിച്ചത്. വെള്ളിയാഴ്ചയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ആന്റണി രാജ് വഹിച്ചിരുന്ന ഗതാഗതം ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും നൽകുമെന്നാണ് സൂചന. സത്യപ്രതിജ്ഞ അടുത്തതോടെയാണ് കേരള കോൺഗ്രസ് Bയുടെ പുതിയ ആവശ്യം. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന വകുപ്പ് കൂടാതെ സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാറിന് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിലുള്ള മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം ആലോചനയിലില്ലെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. ഗണേഷ് കുമാറിന്റെ പുതിയ ആവശ്യത്തിൽ മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. വകുപ്പ് മാറ്റം പുതിയ ആവശ്യങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും CPIM-നുണ്ട്. ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. 24 തിരുവനന്തപുരം.
നവകേരള സദസ്സിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കും. റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് സമഗ്രമായ രൂപരേഖ റവന്യൂ വകുപ്പ് തയ്യാറാക്കും. 1,15,000 അപേക്ഷകളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ളത്. മുൻഗണനാ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ വേർതിരിക്കാനും തീരുമാനിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ സമസ്ത യുവജന വിഭാഗമായ SKSSF മിശ്രവിവാഹത്തിന്റെ മതത്തിന്റെ നിലപാട് പറഞ്ഞ പണ്ഡിതന്മാരെ വിമർശിക്കുന്നത് മന്ത്രിയുടെ അജ്ഞത കൊണ്ടാണ്. ന്യൂനപക്ഷ വകുപ്പിന്റെ അധികാരം ചൂണ്ടിക്കാട്ടി പണ്ഡിതന്മാരെ ജയിലിലടയ്ക്കാൻ തിട്ടൂരമിറക്കുന്ന മന്ത്രി സ്വയം കോടതി ചമയുകയാണെന്നും SKSSF കുറ്റപ്പെടുത്തി. സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ വിമർശിച്ചതിനാണ് മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ SKSSF രംഗത്തെത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകൾ ഉയർന്നില്ല. നാളത്തെ സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് എക്സിക്യൂട്ടീവ് നിർദ്ദേശിക്കും. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന AP ജയനെതിരെ നടപടി നടപ്പാക്കാനും എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ നിയമിച്ചതിൽ KE ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകളൊന്നും നിർദ്ദേശിക്കപ്പെട്ടില്ല. നാളത്തെ സംസ്ഥാന കൗൺസിലിൽ പുതിയ സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുക്കും. CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ നടപടി നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിക്ക് പിന്നാലെ AP ജയനെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചുമതലയിൽ നിന്ന് മുല്ലക്കര രത്നാകരനും ഒഴിഞ്ഞു. വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ചുമതല ഏറ്റെടുക്കാൻ മുല്ലക്കര വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നു. എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരന് പകരം ചുമതല നൽകി. 24 തിരുവനന്തപുരം. മണ്ഡലകാല പൂജകൾക്ക് ശേഷം ശബരിമല നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-നാണ് ഇനി നട തുറക്കുക. ശബരിമലയിൽ മണ്ഡലകാല വരുമാനം ഇത്തവണ സർവകാല റെക്കോർഡിലെത്തി. ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുകം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 9:50 അയ്യപ്പന്റെ ഉറക്കുപാട്ട് സന്നിധാനത്ത് മുഴങ്ങി. ഭക്തർ തൊഴുകൈകളോടെ നോക്കി നിന്നു. ഹരിവരാസനം പാടി 10 മണിയോടെ നടയടച്ചു. തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ രാവിലെ 10:30-ക്കും 11:30-ക്കും ഇടയിലായിരുന്നു. തന്ത്രി മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നടയടയ്ക്കുന്നതിനാൽ പ്രതീക്ഷിച്ച തിരക്ക് സന്നിധാനത്തുണ്ടായില്ല. പരിമിതികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. മണ്ഡലകാല വരുമാനത്തിൽ സർവകാല റെക്കോർഡാണ് ഇത്തവണയുണ്ടായത്. നമ്മുടെ ഈ വർഷത്തെ വരുമാനവുമായി കൂട്ടിയെടുക്കുമ്പോൾ ഏതാണ്ട് 241,71,21,711 രൂപ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 18,72,51,461 രൂപ നമുക്ക് അധികമായി കിട്ടിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന പരാതി ആദ്യം കേട്ടെങ്കിലും അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിഞ്ഞു. സന്നിധാനത്തെ ഫ്ലൈ ഓവറും നടപ്പന്തലും ഒഴിഞ്ഞു. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. പെരുമ്പാവൂർ കീഴിലത്ത് ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ഒരു മരണം. കർണാടക സ്വദേശി ചന്ദ്രു ആണ് മരിച്ചത്. 3 പേരെ ഗുരുതര പരിക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പമ്പയാറ്റിലെ പാറക്കടവിൽ കുളിക്കാനിറങ്ങിയ 2 ശബരിമല തീർത്ഥാടകർ മുങ്ങി മരിച്ചു. തമിഴ്നാട് ചെന്നൈ ടി നഗർ സ്വദേശികളായ സന്തോഷ്, അവിനാശ് എന്നീ യുവാക്കളാണ് മരിച്ചത്. ശബരിമല ദർശനത്തിനു ശേഷം ചെങ്ങന്നൂരിലെത്തിയ സംഘം ഇന്ന് രാത്രി 7:30-നുള്ള ചെന്നൈ മേലിൽ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം. 5:30-യോടെയാണ് കുളിക്കാനിറങ്ങിയ സംഘം ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ 7 മണിയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.
ബി.ജെ.പിയോട് അടുക്കുന്ന ദേശീയ നേതൃത്വവുമായി ബന്ധം വിച്ഛേദിച്ച് JDS കേരള ഘടകം. HD ദേവഗൌഡ ദേശീയ പ്രസിഡന്റായ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് JDS സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. CK നാണുവിന്റെ ബദൽ നീക്കങ്ങളോടും സഹകരിക്കില്ല. JDSനെ വീണ്ടും RJDയിലേക്ക് ക്ഷണിച്ച് MV ശ്രേയാംസ്കുമാർ രംഗത്തെത്തി. JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് സുപ്രധാന തീരുമാനമെടുത്തത്. JDS കേരള ഘടകം സ്വന്തം അസ്തിത്വത്തിൽ പ്രവർത്തിക്കുമെന്നാണ് നിലപാട്. ദേശീയ നേതൃത്വം ഓരോ ദിവസവും BJPയോട് കൂടുതൽ അടുക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് HD ദേവഗൌഡയുടെ നേതൃത്വത്തിൽ നിന്ന് വഴിപിരിയുന്നതെന്ന് വിശദീകരണം. ഇനി മുതൽ JDS കേരള ഘടകം ദേവഗൌഡ ദേശീയ പ്രസിഡന്റായ പാർട്ടിയുടെ ഭാഗമല്ലെന്ന് മാത്യു ടി തോമസ്. ഓരോ ദിവസവും BJPയുമായി കൂടുതൽ അടുക്കുന്ന നടപടികളാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുവാൻ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. ജോസ് തെറ്റയിൽ JDS ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. വിമത നീക്കം നടത്തുന്ന CK നാണുവിന് നേരെ യോഗത്തിൽ വിമർശനമുണ്ടായി. കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. മറ്റു പാർട്ടികളുമായി ലയിക്കുന്ന കാര്യം നേതൃത്വം ആലോചിക്കുന്നുണ്ട്. JDSനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ. അവരിപ്പം ഇടതുപക്ഷ മുന്നണിയിലെ മറ്റുള്ള കക്ഷികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ വളരെ സ്വാഗതാർഹമാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോജിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ JDS ആയിട്ട് യോജിക്കാൻ സാധിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യലിസ്റ്റ് ചേരികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുമിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ദേശീയ നേതൃത്വവുമായി ബന്ധമുപേക്ഷിക്കുമെന്ന് പറയുന്ന കേരളത്തിലെ JDS നേതാക്കൾ ദേശീയ സമിതിയിലെ പദവികൾ രാജിവെച്ചിട്ടില്ലെന്ന വിമർശനവും MV ശ്രേയാംസ്കുമാർ ഉന്നയിച്ചു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ എന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. BJPയുടെ കെണിയിൽ കോൺഗ്രസ് വീഴരുതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കോൺഗ്രസിന് സമസ്ത മുഖപത്രം സുപ്രഭാതവും മുന്നറിയിപ്പ് നൽകി. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകുമോ എന്ന് ക്ഷണം ലഭിച്ചവർ തീരുമാനിക്കട്ടെ എന്ന് ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കൾ ഒഴിഞ്ഞുമാറി. അയോധ്യയിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന്റെ ക്ഷണക്കത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കി. ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അകലുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വാദം. BJPയുടെ കരുത്തുകാട്ടാനുള്ള പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് മറുവിഭാഗവും പറയുന്നു. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സമയം യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. വലിയ ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു വീടി. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടി ഡോക്ടർ ശശി തരൂർ MPയും നൽകിയില്ല. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുന്നത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്ന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. അല്ല, അതേ സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിന് ക്ഷണവുമില്ല, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. അല്ല, കോൺഗ്രസുമായി നമ്മൾ സഹകരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നും അല്ലല്ലോ. കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്കും ഇതേ നിലപാടാണ്. അവർ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ്. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖപ്രസംഗത്തിലുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പ് പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്ന് ഭാരത് ന്യായ് യാത്ര തുടങ്ങും. 14 സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ യാത്ര ബാധിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഭാരത് ന്യായ് യാത്രയെന്നാണ് 2ാം പതിപ്പിന്റെ പേര്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, ബംഗാൾ, മധ്യപ്രദേശ്, UP, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങി 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിൽ സഞ്ചരിച്ച് മാർച്ച് 20-ന് മുംബൈയിൽ സമാപിക്കും. All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai.
This yatra will cover a distance of 6,200 kilometers. This yatra is covering 14 states and 85 districts. ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായും പദയാത്രയായിരുന്നെങ്കിൽ ഭാരത് ന്യായ് യാത്ര ബസ്സിലും സഞ്ചരിക്കും. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ യാത്രയിൽ പങ്കെടുപ്പിക്കാനും ആലോചനയുണ്ട്. മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റ മുറിവുകളല്ലേ. ജനങ്ങളിൽ സ്നേഹം പടർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പൊ മണിപ്പൂരിലെ യാത്ര ഇല്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? അപ്പൊ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. യാത്ര തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കർണാടകയിലെ നേട്ടവും മറ്റ് സംസ്ഥാനങ്ങളിലെ തിരിച്ചടിയും കൂടി മുന്നിൽ കണ്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര. 24 ഡൽഹി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആജ്ഞാശക്തിയുള്ള നേതാക്കളുടെ അഭാവം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. മതേതര ശക്തികളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ മികച്ച നേതൃനിര ആവശ്യമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളെന്ന് തന്നെ പറയട്ടെ, അവരെല്ലാം തന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഫാദർ ഫിഗർ ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഫാദർ ഫിഗർ ഇല്ല എന്നതാണ് നമുക്ക് വല്ലാതെ ഈ നാട് അനുഭവിക്കുന്ന ദുരന്തമായിട്ട് ഞാൻ കാണുന്നത്. മതേതര ശക്തികളുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കമാൻഡിങ് പേഴ്സണാലിറ്റി വേണം, എല്ലാവരെയും കമാൻഡ് ചെയ്തുകൊണ്ട്, എന്നാൽ സ്നേഹത്തോടു കൂടി തന്നെ എല്ലാവരെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെല്ലുവിളി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഫാസിസ്റ്റ് തുരത്തി ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ സാധിക്കുമെന്ന സത്യം നമ്മൾ ഉറക്കേണ്ടതായിരുന്നു. നവകേരള യാത്രക്കിടയിലെ ഷൂവെയർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. കേസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാടിനെതിരെയും വിമർശനമുയരുകയാണ്. CDR പുറത്തു വന്നതോടെ പോലീസും കുരുക്കിലായി. വിനീത വിജിക്കെതിരായ കേസിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. കേസ് നീതിക്ക് നിരക്കാത്തതെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24നോട് പറഞ്ഞു. CDR പുറത്തുവിട്ടത് ഗുരുതര കുറ്റകൃത്യമെന്നും നൂർബിന റഷീദ്. മുഖ്യമന്ത്രിയുടെ കൈകളിലുള്ള പാവകളായി മാറിക്കൊണ്ടിരിക്കുകയാണിത് പോലീസും പോലീസ് സംവിധാനങ്ങളും. അപ്പോൾ തീർത്തും അത്തരം കാര്യങ്ങളൊന്നും പോലീസൊന്നും ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളാണ്. അപ്പോൾ തീർത്തും തെറ്റായ നടപടികളാണ്. നിയമത്തിന്റെ മുന്നിൽ അതും കുറ്റകൃത്യമാണ്. പോലീസ് നടപടി ഫാസിസമെന്ന് സമസ്ത നേതാവ് അബ്ദു സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ശൈലി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അബ്ദു സമദ് പൂക്കോട്ടൂർ. വിമർശനങ്ങൾ അവഗണിക്കുക അല്ലെങ്കിൽ വിമർശനങ്ങളെ തിരുത്തുക മുതലായ കാര്യങ്ങളല്ലാതെ അതിനെ പാടെ അവഗണിക്കുന്നതിന് പകരം അടിച്ചമർത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം CDR CPIM നേതാക്കൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതോടെ പോലീസും കുരുക്കിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി തുടരുന്നു. DGPയുടെ ഔദ്യോഗിക വസതിയിൽ മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 3 മാധ്യമപ്രവർത്തകർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ജനTV റിപ്പോർട്ടർ രശ്മി കാർത്തിക, ക്യാമറമാൻ നിതിൻ AB, ജന്മഭൂമി ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്കാണ് മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. DGPയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറി എന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തി ക്രിസ്മസ് പാപ്പാനിമാരുടെ മഹാസംഗമം. തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്ന് സംഘടിപ്പിച്ച 10ാമത് ബോൺ നതാലയിൽ അണിനിരന്നത് 10,000-ലധികം പാപ്പന്മാരാണ്. ക്രിസ്തുമസ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണെന്നതിന്റെ ദൃഷ്ടാന്തമായിരുന്നു ഇന്ന് തൃശൂർ നഗരത്തിൽ കണ്ട ചുവപ്പ് നിറം. ആടിയും പാടിയും നഗരത്തിലിറങ്ങിയ ആയിരക്കണക്കിന് പാപ്പാമാർ സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സാംസ്കാരിക തനിമയുടെ അടയാളമായി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ ചേർത്ത് നിർത്തി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പതാക വീശി. റോളർ സ്കേറ്റിംഗ് പാപ്പമാർ, വീൽചെയർ പാപ്പമാർ, കുട്ടിപ്പാപ്പമാർ, ഒരു ചുവപ്പൻ തരംഗം തൃശൂരിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 10,000-ലധികം പാപ്പമാരാണ് ബോൺ നതാലയുടെ ഭാഗമായത്. ആട്ടവും പാട്ടുമായി
ക്രിസ്മസ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. സ്വരാജ് റൗണ്ടിന് ഇരുവശവും ജനാരവം കയ്യടികളോടെ പാപ്പമാരെ വരവേറ്റു. 300 പേർ ചേർന്ന് വഹിച്ച പുൽക്കൂടായിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം. 15 നിശ്ചല ദൃശ്യങ്ങളും വിസ്മയത്തിന് മാറ്റുകൂട്ടി. പൂരനഗരിയെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചാണ് പാപ്പാഞ്ഞിമാരുടെ ചെമ്പട തെക്കോട്ടിറങ്ങി ഉപചാരം ചൊല്ലി പിരിഞ്ഞത്. തൃശൂരിൽ നിന്നും അലോഷിക്കും ബാബുരാജിനും സൂരജ് സജിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.